മഴ തോരും മുൻപേയുടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. അലീന തൻ്റെ പപ്പയ്ക്കൊപ്പം കൊട്ടാരമറ്റത്ത് എത്തിയിരിക്കുകയായിരുന്നു. അവിടെ എത്തുമ്പോൾ എല്ലാവരും തന്നെ ഒരു ശത്രുവിനോടെന്ന പോലെയായിരുന്നു പെരുമാറിയിരുന്നത്. ആൻസിയും അലീനയെ കണ്ട ഭാവമൊന്നും നടിക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ തൻ്റെ ചാച്ചനും പപ്പയും കൂടി അലീനയെ തൻ്റെ സഹോദരന്മാരെയും അവരുടെ ഭാര്യമാരെയൊക്കെ പരിചയപ്പെടുത്തുന്നുണ്ട്. ആ സമയത്ത് റോബർട്ടും ഭാര്യയും മാത്രമേ അവിടെ ഉണ്ടായിരുന്നുള്ളൂ. റോബർട്ട് അലീനയെ കണ്ട പരിചയം പോലും കാണിക്കുന്നുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെയായിരുന്നു റോബർട്ടിൻ്റെ ഭാര്യ ആൻസിയും. ആൻസിക്ക് അലീനയെ കാണുമ്പോൾ സംസാരിക്കണമെന്നൊക്കെ വലിയ ആഗ്രഹമുണ്ട്. എന്നാൽ റോബർട്ട് എന്തൊക്കെയോ പറഞ്ഞ് അവളെ തടഞ്ഞു വെച്ചിരിക്കുകയാണെന്ന് സ്റ്റാൻലിക്കും ചാച്ചനും മനസ്സിലാവുകയാണ്. ഉടനെ തന്നെ സ്റ്റാൻലി അവളെയും കൂട്ടി റാണിമോളുടെ മുറിയിലേക്കാണ് പോകുന്നത്. റാണിമോൾക്ക് അലീനയെ കണ്ടപ്പോൾ തന്നെ വല്ലാത്ത സന്തോഷമൊക്കെ തോന്നുന്നുണ്ട്. അവർ തമ്മിൽ ഒരുപാട് സംസാരിച്ചിരുന്ന് ഒരുപാട് പരിചയമുള്ളവരെ പോലെയായി തീർന്നിരുന്നു. റാണിമോൾക്കും അലീനയെ വല്ലാത്ത സന്തോഷമായിരുന്നു അലീനയോട് സംസാരിക്കുമ്പോഴെല്ലാം. ഇതേ സമയം സ്റ്റാൻലി അലീനയോടായി പറയുന്നുണ്ട്, മോള് കിച്ചണിലേക്ക് പോയിക്കോ, അവിടെ ആൻസി ആൻറ്റി ഉണ്ടാകും, നിനക്ക് ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാലോ, അവരെ കൂടെയൊക്കെ ചെന്ന് നിൽക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അലീനയെ അവിടേക്ക് പറഞ്ഞു വിടുകയാണ്. എന്നാൽ അലീനയ്ക്ക് വല്ലാത്തൊരു വിഷമം തോന്നുന്നുണ്ട്. താൻ വന്നപ്പോൾ മുതൽ അവരാരും തന്നെ തന്നോട് ഒന്നും തന്നെ മിണ്ടുകയോ സംസാരിക്കുകയോ ഒന്നും തന്നെ ചെയ്യുന്നില്ല. താൻ എന്തെന്നാണ് അവരോട് പോയി സംസാരിക്കേണ്ടതെന്നൊക്കെ അലീന ആലോചിക്കുകയായിരുന്നു. പിന്നെ പപ്പ പറഞ്ഞതല്ലേ, അതുകൊണ്ട് തന്നെ അനുസരിക്കാതിരിക്കാനും കഴിയില്ലല്ലോ. അലീന പതിയെ കിച്ചണിലേക്ക് ചെല്ലുകയാണ്. അലീന അവിടെ നിന്നിരുന്ന ആൻസിയോട് എൻ്റെ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആൻസിക്ക് അലീനയോട് സംസാരിക്കണമെന്നുണ്ടെങ്കിലും തൻ്റെ ഭർത്താവിനെ ആലോചിച്ചിട്ട് വല്ലാത്ത പേടി തോന്നുകയാണ്. റോബർട്ട് എന്തായാലും നല്ല വഴക്ക് പറയും, പറഞ്ഞതുപോലെ ചെയ്തില്ലെങ്കിൽ എന്നൊക്കെ ആൻസി അവിടെ നിന്ന് ചിന്തിക്കുന്നുണ്ട്. ആൻസി അപ്പോൾ അലീനയോട് പെട്ടെന്ന് തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, വേണ്ട, ഇവിടുത്തെ പണികളൊക്കെ ഞാൻ തന്നെ തീർത്തു എന്ന് പറഞ്ഞ് ആൻസി വേഗം തന്നെ തിരിഞ്ഞു നിൽക്കുകയാണ്. എന്നാൽ അലീന നോക്കിയും കണ്ടും കാര്യങ്ങളൊക്കെ ചെയ്യാൻ മിടുക്കിയാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ കിടന്നിരുന്ന പാത്രങ്ങളൊക്കെ എടുത്ത് വാഷ് ബേസിനിലിട്ട് കഴുകി വെക്കാനും കിച്ചൺ സ്ലാബുകളൊക്കെ വൃത്തിയാക്കി ഇടാനും ഒക്കെ തുടങ്ങി. അതുകൂടാതെ ആൻസി പാചകം ചെയ്ത് വെച്ചിരുന്ന കറികളൊക്കെ തന്നെ ഓരോ പ്ലേറ്റുകളും പാത്രങ്ങളൊക്കെ എടുത്ത് അതിലേക്ക് വിളമ്പി വെക്കാനും അലീന ശ്രദ്ധിച്ചിരുന്നു. ഇതെല്ലാം വളരെ നീറ്റോടുകൂടി അലീന ചെയ്യുന്നത് കണ്ട് ആൻസിക്ക് വല്ലാത്ത അതിശയം തോന്നുകയാണ്. ഒരു ഓർഫനേജിൽ വളർന്ന കുട്ടിക്ക് ഇത്രയൊക്കെ വൃത്തിയും മെനയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ആൻസി ഒരു നിമിഷം ചിന്തിച്ചു പോകുകയാണ്. ഇതൊക്കെ പറഞ്ഞ് ചെയ്യിക്കാൻ അമ്മയില്ലാത്ത കുട്ടികൾക്കും കാര്യങ്ങളൊക്കെ ചെയ്യാൻ അറിയാമല്ലോ എന്ന് ആൻസി ചിന്തിച്ചു പോകുകയാണ്. അതിനൊക്കെ ഇവിടെയുണ്ട് കുറേ എണ്ണങ്ങൾ, ഒരു വക പറഞ്ഞാൽ കേൾക്കത്തുമില്ല, അമ്മമാരാണ് പറയുന്നതെന്ന ചിന്തയുമില്ലാത്ത കുറേ കിടാങ്ങൾ എന്നൊക്കെ ആൻസി ചിന്തിക്കുകയാണ്. ആൻസിക്ക് അലീനയോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കണമെന്നും പറയണമെന്നൊക്കെ ഉണ്ടെങ്കിലും വല്ലാത്ത പേടി കാരണം അവളൊന്നും തന്നെ ചോദിക്കുന്നില്ല. ആൻസി പെട്ടെന്ന് തന്നെ കിച്ചണിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. പുറത്തേക്ക് ചെന്ന് റോബർട്ടിനോട് പറയുന്നുണ്ട്, ഭക്ഷണം കഴിക്കാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്, നിങ്ങളെന്തായാലും വന്നിരുന്നോളൂ കേട്ടോ എന്ന് ആൻസി പറയുകയാണ്. ആൻസി പറയുന്നത് കേട്ട് റോബർട്ട് പറയുന്നുണ്ട്, നീ എന്തായാലും ടേബിളിൽ ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചോ, ആൽബർട്ട് അച്ചായനും ചേട്ടത്തിയും പിള്ളേരും കൂടിയൊക്കെ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു. നിങ്ങളപ്പോഴേക്കും അവരെ വിളിച്ച് കാര്യം പറഞ്ഞോ? പിന്നെ പറയണ്ടേ, ഇങ്ങനെ ഒരാൾ ഇവിടെ വന്നിരിക്കുന്ന വിവരം അവരെയും കൂടിയും ധരിപ്പിക്കണമല്ലോ. ആയിക്കോട്ടെ. അല്ല, നിൻ്റെ കൂടെ കിച്ചണിൽ കണ്ടല്ലോ അവളെ, എന്താണ് അവിടെ പരിപാടി? എന്ത് പരിപാടി? ആ കൊച്ച് അവിടെ നിന്ന് 1-2 പ്ലേറ്റുകളൊക്കെ കഴുകുന്നു, അല്ലാതെ വേറൊരു പരിപാടിയുമില്ല. ഇപ്പം ദേ റാണിക്കൊച്ചിന് ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുക. ഭക്ഷണം കൊടുക്കേ? അതിന് റാണിക്കൊച്ച് കഴിക്കുന്നുണ്ടോ? അവിടെ പോയി ഒന്ന് നോക്കിയേ, റാണിക്കൊച്ചിനെ ഒരു കുഴപ്പമില്ല. നിങ്ങളെപ്പോലെയുള്ള കുശുമ്പും കുന്നായ്മൊന്നും അവൾക്കറിയത്തില്ലല്ലോ. അതുകൊണ്ട് തന്നെ അവൾക്കൊരു കളിക്കൂട്ടുകാരിയെ കിട്ടിയ പോലെയാ അവൾ അലീനയോട് പെരുമാറുന്നതെന്നൊക്കെ പറയുമ്പോൾ റോബർട്ട് പതിയെ ചെന്ന് റാണിമോളുടെ മുറിയുടെ കതക് തുറന്ന് നോക്കുകയായിരുന്നു. നോക്കിയപ്പോൾ ഭക്ഷണം വാരിക്കൊടുക്കുകയായിരുന്നു അലീന. എന്തൊക്കെയോ പറഞ്ഞ് വളരെ അട്ടഹസിച്ച് ചിരിക്കുന്ന റാണിമോളെയും കണ്ടപ്പോൾ റോബർട്ടിന് വല്ലാത്ത സന്തോഷം തോന്നി.
ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് അവളെ ഇങ്ങനെ സന്തോഷവതിയായിട്ട് കാണുന്നത്. റോബിച്ചൻ അന്ന് വന്ന് പോയതിന് ശേഷം റാണിമോള് വല്ലാത്ത വിഷമത്തിൽ തന്നെയായിരുന്നു. എപ്പോഴും റോബിച്ചൻ്റെ ചിന്തകൾ മാത്രമായിരുന്നു അവൾക്കുണ്ടായിരുന്നതെന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിക്കുകയായിരുന്നു റോബോട്ട്. റോബോട്ടിന് എന്തെന്നില്ലാത്ത ഒരു സന്തോഷവും തോന്നുന്നുണ്ട്. റോബോട്ടിൻ്റെ നിൽപ്പൊക്കെ കണ്ട് ചാച്ചൻ വന്ന് ചോദിക്കുന്നുണ്ട്, നീ എന്നതാടാ ഈ മുറിയിലേക്ക് ഒളിഞ്ഞു നോക്കി നിൽക്കുന്നത്? അല്ല ചാച്ച, ഞാനേ നമ്മുടെ റാണിക്കൊച്ചിൻ്റെ കാര്യം ആലോചിക്കായിരുന്നു. അവൾ എത്ര നാളുകൾക്ക് ശേഷമാണ് ഇങ്ങനെ സന്തോഷിച്ച് കാണുന്നതെന്ന് ആലോചിച്ചു പോയതാ. അന്ന് അവൻ വന്നിവിടെ പ്രശ്നം ഉണ്ടാക്കി പോയതിന് ശേഷം റാണിക്കൊച്ചിനെ ഇത്ര സന്തോഷവതിയായിട്ട് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അത് കുറച്ച് മുമ്പ് ഞാനും കണ്ടടാ. ആ അലീന എന്ന് പറയുന്ന കുട്ടിക്ക് ഇങ്ങനെ മനസ്സ് വായിക്കാനുള്ള ഒരു കഴിവൊക്കെ ഉണ്ട് കേട്ടോ. അലീന വന്നിരുന്ന് സംസാരിച്ച് കുറച്ച് സമയം ആൻസിക്കൊപ്പം കിച്ചണിൽ പോയി നിന്നപ്പോഴേക്കും അലീന അലീന എന്നുള്ള നാമമായിരുന്നു പിന്നെ റാണിക്ക്. റാണി അവളെ തന്നെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്കും വല്ലാത്ത സന്തോഷം തോന്നി. സ്റ്റാൻലിയോട് പറഞ്ഞിട്ട് റാണിക്കൊരു കൂട്ടായിട്ട് നമുക്ക് അവളിവിടെ നിർത്തിയാലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നതെന്ന് റോബോട്ടിനായിട്ടായിട്ട് ചാച്ചൻ പറയുകയാണ്. റോബോട്ട് ഒരു മൗനസമ്മതം പോലെയായിരുന്നു പിന്നത്തെ പ്രതികരണം. അതായത് അലീനയോട് മനസ്സിൽ തോന്നിയ ആ ദേഷ്യമൊക്കെ പെട്ടെന്ന് തന്നെ അലിഞ്ഞു പോയതുപോലെ. പെട്ടെന്നാണ് റോബോട്ടിന് ഓർമ്മ വരുന്നത്, ചാച്ച അത് എന്നോട് ചോദിച്ചിട്ട് തീരുമാനമെടുക്കാനൊന്നും കഴിയത്തില്ല കേട്ടോ. ഇപ്പോൾ ഔസേപ്പച്ചായനും ആൽബർട്ടച്ചായനും വരും. അവരോട് ചോദിക്കാതെ അങ്ങനെ ഈ വീട്ടിലെ കാര്യങ്ങൾ തീരുമാനിക്കാൻ എനിക്ക് മാത്രം കഴിയത്തില്ലല്ലോ ചാച്ച. പിന്നെ അവളുടെ പപ്പയും കൂടി സമ്മതിക്കണമല്ലോ. അവൾക്ക് അവളുടെ പപ്പയെ കിട്ടിയിട്ടിപ്പോൾ അധികം ദിവസമൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഞാനെന്തിനാ പറയാനാ എന്ന് പറഞ്ഞുകൊണ്ട് റോബോട്ട് അവിടെ നിന്നും പോവുകയാണ്. അപ്പം ഇതേ സമയം ചാച്ചൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് ഇവർ വന്ന സമയത്ത് അലീനയോട് കാണിച്ച ദേഷ്യവും വിദ്വേഷവും ഒന്നും ഇപ്പോൾ മനസ്സിലില്ലല്ലോ എന്നൊക്കെ തന്നെയായിരുന്നു. എത്ര പെട്ടെന്നാണ് അവൾക്ക് മറ്റുള്ളവരുടെ മനസ്സ് കീഴടക്കാനുള്ള ഒരു കഴിവ് കിട്ടിയിരിക്കുന്നതെന്നൊക്കെ ചാച്ചൻ ചിന്തിച്ചു പോകുകയാണ്. കൂട്ടത്തിൽ ചാച്ചൻ മനസ്സുകൊണ്ട് ആലോചിക്കുന്നുണ്ട്, അവളുടെ പപ്പയ്ക്ക് പട്ടികളെ മെരുക്കിയെടുക്കാനുള്ള കഴിവ് പോലെ തന്നെയാണ് അവൾക്ക് മനുഷ്യന്മാരുടെ മനസ്സും കീഴടക്കാനുള്ള കഴിവ് കിട്ടിയിരിക്കുന്നത്. കർത്താവിൻ്റെ ഒരേ കളികളെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം മുറിക്കകത്തേക്ക് കയറുകയാണ്. റാണി മോളോടായി ചാച്ചൻ ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി? കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ ഫുള്ള് കഴിച്ചു തീർത്തല്ലോ. ഇന്ന് നല്ല കുട്ടിയായിട്ടിരുന്ന് കൊടുക്കുന്നുണ്ടല്ലോ. എന്തേ, അലീനയെ അങ്ങ് ഇഷ്ടപ്പെട്ടോ? ഉവ്, എനിക്കിഷ്ടപ്പെട്ടു ചാച്ച. നല്ല കുട്ടിയല്ലേ. നമ്മുടെ ലാലിച്ചായനെ കുറച്ചും കൂടി മുന്നേ കിട്ടേണ്ടതായിരുന്നു അല്ലേ ഈ അലീന കൊച്ചിനെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ എടുത്തുകൊണ്ട് നടന്ന് വളർത്താമായിരുന്നു എന്ന് റാണി മോള് വളരെ നിഷ്കളങ്കമായി പറയുന്നത് കേട്ടിട്ട് അലീനയ്ക്ക് വല്ലാത്ത വിഷമം തോന്നുകയാണ്. അലീനയും ചിന്തിക്കുകയായിരുന്നു, ഈ വീട്ടിലെ മറ്റു കുട്ടികളെപ്പോലെ ഈ വീട്ടിൽ ജനിച്ച് വളരേണ്ടവളായിരുന്നില്ലേ താനെന്ന്. പെട്ടെന്നായിരുന്നു വീടിന് പുറത്ത് ഒരു കാറ് വന്ന് നിന്ന ശബ്ദം അദ്ദേഹം കേൾക്കുന്നത്. അവർ വന്നു എന്നാ തോന്നുന്നേ, ഞാനൊന്ന് പോയി നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പുറത്തേക്ക് തന്നെ പോവുകയാണ്. ഇത് കേൾക്കുമ്പോൾ റാണിക്കൊച്ചു ചോദിക്കുന്നുണ്ട്, ആരാ ചാച്ച പുറത്ത് വന്നത്? വേറെ ആരും അല്ലടി കൊച്ചേ, നിൻ്റെ ഇച്ചായന്മാർ തന്നെയാ. ആര്? ഔസേപ്പച്ചായനോ? ആ, അവൻ തന്നെ. അവനും ആൽബർട്ടും വരുന്നു എന്നാ പറഞ്ഞത്. അപ്പോൾ കൊച്ചുങ്ങളും വരുമോ? ഓ, വരുമായിരിക്കും, അറിയത്തില്ല. ഞാൻ എന്തായാലും പോയി നോക്കട്ടെ. വന്നിട്ടുണ്ടെങ്കിലേ നിൻ്റെ അടുത്തേക്ക് വിടാട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് ചാച്ചൻ അവരെ കാണാനായി പുറത്തേക്ക് ചെല്ലാണ്. 2 കാറുകളിലായിട്ട് 2 കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു. ചാച്ചൻ അവരെ കണ്ടതും വീടിൻ്റെ വാതിക്കൽ നിന്നും മാറിക്കൊടുത്തു. അവരോട് കയറി വാ മക്കളെ എന്ന് പറഞ്ഞു. 2 പേരുടെയും ഭാര്യമാരും മക്കളും തന്നെ കൂടെയുണ്ടായിരുന്നു. വത്സമ്മയും ഷിജിയും അദ്ദേഹത്തെ കണ്ടതും ചിരിച്ചുകൊണ്ട് അദ്ദേഹത്തിനരികിലേക്ക് ചെന്നു. അദ്ദേഹത്തിനോടായി ചോദിച്ചു, എന്നതാ ചാച്ച, ഒരു പുതിയ പേരക്കുട്ടി വന്നു എന്നൊക്കെ പറയുന്നത് കേട്ടല്ലോ. ചാച്ചൻ അവരിലെ ഇങ്ങ് കയറ്റി ഇവിടെ പൊറപ്പിക്കാൻ തന്നെ തീരുമാനിച്ചോ എന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് ചാച്ചൻ പറയുന്നുണ്ട്, ഒന്നും മിണ്ടാതിരി കൊച്ചേ, അപ്പുറത്ത് എവിടെയോ സ്റ്റാൻലി നിൽക്കുന്നുണ്ട്. ഇനി ഇത് പറഞ്ഞത് വല്ലതും അവൻ കേട്ടിട്ട് വേണം ഇവിടെ നിന്ന് ദേഷ്യപ്പെട്ട് ഇറങ്ങിപ്പോകാൻ. എന്നാത്തിനാ വെറുതെ? നിങ്ങൾ ആ കിച്ചണിലേക്ക് ആ ആൻസി കൊച്ചിൻ്റെ അടുക്ക് ചെന്നേ. അവളവിടെ എല്ലാവർക്കും ഉള്ള ഭക്ഷണമൊക്കെ വിളമ്പാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. ഓ ശരി ചാച്ച എന്ന് പറഞ്ഞുകൊണ്ട് വത്സലയും ഷിജിയും കിച്ചണിലേക്ക് പോവുകയാണ്. ഇതേ സമയം കാറിൽ നിന്നും ഇറങ്ങുന്ന ഔസേപ്പച്ചായൻ
ചാച്ചനോടായി ചോദിക്കുന്നുണ്ട്. റോബർട്ട് ഇല്ലേ ചാച്ച എവിടെ? ഓ ഉണ്ടല്ലോ, അകത്തെവിടെയോ കാണണം. എന്തേ നീ ഇങ്ങ് അകത്ത് കയറുന്നില്ലേ? ഇല്ല ചാച്ച, അവനെ ഒന്ന് പുറത്തേക്ക് വിളിച്ചേ, ഞങ്ങൾ വിളിക്കുന്നു എന്നൊന്ന് പറ. ദേ ഞങ്ങളെ ആ ഗ്രൗണ്ടിലോട്ട് നടക്കുക, അവനോടൊന്ന് അങ്ങോട്ട് വരാൻ പറഞ്ഞേ. എന്നതാടാ മാറി നിന്നൊരു സ്വകാര്യം? അപ്പുറത്തെവിടെയോ ലാലിച്ചനും ഉണ്ട്. എന്തേ അവനെ വിളിക്കുന്നില്ലേ നിങ്ങൾ? ഓ ലാലിച്ചായന് ഞങ്ങളോടങ്ങനെ സമാധാനമായിട്ട് സംസാരിക്കാനൊക്കെ താല്പര്യമുള്ള ആൾ തന്നെയാണോ? ചാച്ചനെന്താ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കുന്നത്? ഓ പറഞ്ഞു എന്ന് മാത്രം, ഞാൻ വിട്ടേക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് പോയി റോബർട്ടിനോട് പറയുന്നുണ്ട്. ദേ നിൻ്റെ ഇച്ചായന്മാർ രണ്ടാളും അവിടെ പുറത്ത് ഗ്രൗണ്ടിലുണ്ടെന്ന്, നിന്നോടൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. അവരെന്നതാ അകത്തേട്ട് വരുന്നില്ലേ? ഓ വരാന്ന്, നിന്നോടെന്തോ പുറത്ത് വെച്ച് പറയേണ്ട കാര്യമാണെന്ന്. ചെല്ല്. അവർക്ക് തന്നോട് പറയാനുള്ള കാര്യം എന്തായിരിക്കുമെന്ന് നല്ല ബോധ്യമുണ്ടായിരുന്നു റോബർട്ടിന്. എങ്കിലും റോബോട്ട് പെട്ടെന്ന് തന്നെ അവരുടെ അടുത്തേക്ക് നടന്ന് ചെല്ലുകയാണ്. അവർ മൂവരും പുറത്ത് നിന്ന് എന്തൊക്കെയോ സംസാരിച്ചതിന് ശേഷം 3 പേരും കൂടി തന്നെ അകത്തേക്ക് വരികയാണ്. അകത്തേക്ക് വന്നിട്ട് ചാച്ചനോടായി അടുത്ത ചോദ്യം. ചാച്ച എന്നാത്തിനുള്ള പുറപ്പാടാണ് ചാച്ചനും ഇച്ചായനും കൂടി? ഇവിടെ എന്തിനാ അവളെ കയറ്റിയത്? ദേ ചാച്ചനും കൂടി ഒന്നും അറിയാത്ത പോലെ നിൽക്കരുത്. ഞങ്ങൾ ഈ സമൂഹത്തിൽ അത്യാവശ്യം നിലയും വിലയുമുള്ളവരാ. ആ കുളത്തൂപ്പുഴയിലുള്ളവർക്ക് പറഞ്ഞ് ചിരിക്കാനായിട്ടാണ് ഇപ്പോൾ ഇച്ചായൻ ഒരേന്ന് കാണിച്ചു വെച്ചിരിക്കുന്നത്. അന്നായ മേനോൻ വന്ന് ഇവളെ ഇവിടെ ആക്കുന്ന കാര്യം പറഞ്ഞപ്പോഴേ അങ്ങ് ഒഴിവാക്കി വിടുന്നതിന് പകരം എന്നതാ ഇച്ചായൻ ചെയ്തു വെച്ചിരിക്കുന്നത്? ഇച്ചായൻ്റെ റബ്ബർ ഫാക്ടറിയിലുള്ളവർക്കൊക്കെ ഇപ്പോൾ പറഞ്ഞു ചിരിക്കാൻ വേറെ ഒന്നും വേണ്ടല്ലോ. ഇത് തന്നെ ഒരു പ്രധാന കാരണം. ചാച്ച വല്ലതും അറിയുന്നുണ്ടോ? നിങ്ങളെന്താ എന്നെ ചോദ്യം ചെയ്യുന്നത്? നിങ്ങളുടെ ഇച്ചായനെ ലാലിച്ചായൻ ഇവിടെ പുറത്തെവിടെയോ ഉണ്ട്. അവനായ എസ്റ്റേറ്റിൽ എന്തോ നടക്കാൻ ഇറങ്ങിയിരിക്കുന്നതാ. അവനിങ്ങ് തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചോദിച്ചോ. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതൊക്കെ അവനോട് ചോദിക്കുകയും പറയുകയും ചെയ്യാം. പിന്നെ ഈ തറവാട്ടിൽ അവളെ കയറ്റണ്ടെന്ന് പറയാൻ എനിക്കെങ്ങനെയാടാ കഴിയുക? അവൻ അവൻ്റെ മകളായിട്ട് അവളെ അംഗീകരിച്ചു കഴിഞ്ഞു. അവൻ്റെ വീട്ടിൽ അവനോടൊപ്പം അവൾ താമസിക്കുന്നുമുണ്ട്. പിന്നെ അവൻ അവളെയും കൂട്ടി അധികാരത്തോടു കൂടി അവൻ്റെ വീട്ടിലേക്ക് കയറി വരുമ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിയില്ല. അതെൻ്റെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുമ്പോൾ മാത്രമേ അത് നിങ്ങൾക്ക് മനസ്സിലാവത്തുള്ളൂ. ഇനി ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി ലാലിച്ചം വരുമ്പോൾ നിങ്ങൾ അവനോട് ചോദിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അകത്തേക്ക് അങ്ങ് കയറിപ്പോയി. എന്നാൽ കിച്ചണിൽ ആൻസിയും വത്സമ്മയും ഷിജിയും തമ്മിൽ അലീനയെക്കുറിച്ചുള്ള ചർച്ചയിലായിരുന്നു. അലീനയെക്കുറിച്ചിട്ട് ആൻസിയോടായിരുന്നു ചേട്ടത്തിമാർ രണ്ടാളും വിശേഷങ്ങളൊക്കെ ചോദിച്ചറിയുന്നത്. ആൻസി അപ്പോൾ പറയുകയാണ്, എൻ്റെ പൊന്ന് ചേട്ടത്തി, നമ്മളാരും വിചാരിച്ച പോലെയും പറഞ്ഞ പോലെയും ഒന്നുമല്ല. അതൊരു പാവം കൊച്ച. ഈ സ്വത്തുക്കളൊക്കെ തട്ടിയെടുക്കാൻ വന്ന എന്തോ ഭീകരിയാണെന്ന് നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളത് പോലെ അങ്ങ് ഊഹിച്ച് പറഞ്ഞതല്ലേ. അയ്യോ അതിനോട് സംസാരിക്കുമ്പോഴേ നമ്മളൊക്കെ എന്നതാണെന്നറിയത്തില്ലെന്നേ. നമ്മളങ്ങ് കുമ്പസരിച്ച് പോകുന്ന പോലെ തോന്നുക. എന്തോ മാജിക് ഉള്ള പോലെ. നിങ്ങൾ ആ റാണിക്കൊച്ചിൻ്റെ മുറിയിലൊന്ന് പോയി നോക്കിയേ. റാണിക്കൊച്ചേ കുരിശ് കണ്ട ചെറുത്താൻ്റെ പോലെയാ, അടങ്ങി ഒതുങ്ങിയിരിക്കാന്നേ. ഒരു കുഴപ്പമില്ല അവൾക്കിപ്പോൾ. ഇതേ സമയം ഔസേപ്പച്ചൻ ഇത്രയും സമയമായിട്ടും സ്റ്റാൻലിയെ കാണാതെ ആയപ്പോൾ ഫോണിൽ വിളിക്കുകയാണ്. വിളിച്ചപ്പോഴാണ് സ്റ്റാൻലി പറയുന്നത്, എനിക്ക് പെട്ടെന്ന് എൻ്റെ എസ്റ്റേറ്റിലേക്ക് വരേണ്ട ആവശ്യം വന്നതുകൊണ്ട് ഞാൻ പോന്നിരിക്കുകയാണ്. നിങ്ങൾ എന്നെ വെയിറ്റ് ചെയ്യാനൊന്നും നിൽക്കണ്ട, നിങ്ങൾ ഭക്ഷണം കഴിച്ചോളൂ. അലീനയെ വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് ചാച്ചനോട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് അദ്ദേഹം ഫോൺ കട്ട് ചെയ്യുകയാണ്. ഔസേപ്പച്ചൻ ആ വിവരം അവരെയൊക്കെ ധരിപ്പിക്കുന്നുണ്ട്. എല്ലാവരും കൂടിയും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുകയാണ്. ഇതേ സമയം ഭാര്യമാരെല്ലാവരും ഭക്ഷണങ്ങളൊക്കെ ടേബിളിൽ കൊണ്ടുവന്ന് നിരത്തുന്നുണ്ട്. എല്ലാവരും കൂടിയും ഒരുമിച്ച് തന്നെ ഭക്ഷണം കഴിക്കാനിരിക്കുകയും ചെയ്യുന്നുണ്ട്. എല്ലാവരും ടേബിളിൽ ഇരിക്കുന്നത് കാണുമ്പോൾ ഔസേപ്പച്ചൻ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, എന്തേയ് പുതിയതായി വന്ന ആള്? അവള് അവിടെ റാണിക്കൊച്ചിൻ്റെ മുറിയിലാണ്. ഭക്ഷണം കഴിക്കാൻ നീ വിളിച്ചായിരുന്നോ? ഏയ് ഇല്ല, ഞാൻ വിളിച്ചില്ല. ഭക്ഷണം കഴിക്കാനായി കൈ കഴുകി വരുന്ന ഔതുകുട്ടിച്ചായൻ അപ്പോഴാണ് അത് കേട്ടത്. അദ്ദേഹം അപ്പോൾ ആൻസിയോട് ചോദിക്കുന്നുണ്ട്, അതെന്നതാ കൊച്ചേ നീ അവളെ വിളിക്കാതിരുന്നത്? നിൻ്റെ ഒപ്പം ഇത്രയും സമയം കിച്ചണിൽ അവൾ ഉണ്ടായിരുന്നതല്ലേ. ഇപ്പോഴല്ലേ അവൾ റാണിക്കൊച്ചിൻ്റെ മുറിയിലേക്ക് അങ്ങ് പോയതുള്ളൂ. അത് വല്ലാത്ത കഷ്ടം തന്നെയാട്ടോ. നമ്മളെ വീട്ടിൽ ഒരു വിരുന്നുകാരി വരുമ്പോൾ അവളെയല്ലേ വിളിച്ചിരുത്തേണ്ടിയിരുന്നത്? ഓ പിന്നെ ചാച്ചൻ്റെ വർത്താനം കേട്ടാൽ തോന്നും നമ്മളെല്ലാവരും ക്ഷണിച്ചു വരുത്തിയ വിരുന്നുകാരിയാണെന്ന്, കൊണ്ടുവന്നിരുത്തി ഊണ് വിളമ്പിക്കാൻ.
എന്നതാ ചാച്ചൻ ഇത്രയ്ക്ക് ബോധവും ബുദ്ധി ഇല്ലാണ്ടായി പോയോ? ഔസേപ്പേ, നീ അവിടെ മിണ്ടാതിരുന്നോ, നിനക്കുള്ള മറുപടിയെ ഞാൻ പിന്നെ തന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം റാണിയുടെ മുറിയിലേക്ക് നടക്കുകയാണ്. റാണിയുടെ മുറിയുടെ വാതിൽക്കൽ ചെന്ന് നിന്ന് അദ്ദേഹം അലീനയെ വിളിക്കുന്നുണ്ട്. അലീന, ഊണുമേശയിലേക്ക് വരൂ, എല്ലാവരും ഭക്ഷണം കഴിക്കാനായിട്ട് അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ വിളി കേട്ട് അലീന അവിടേക്ക് വരുമ്പോൾ ടേബിളിന് ചുറ്റുമായിട്ട് എല്ലാവരും ഇരിപ്പുണ്ടായിരുന്നു. എന്നാൽ ആൽബർട്ടും ഔസേപ്പും വത്സലയും ഷിജിയുമൊക്കെ അലീനയെ കണ്ട് ആകെ സ്തംഭിച്ച് നിന്നു പോയൊരു നിമിഷം. അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് അലീനയ്ക്ക് നല്ല ബോധമുണ്ടായിരുന്നു. അവരുടെ അമ്മയായ ചിന്നമ്മയുടെ മുഖഛായ തനിക്കുണ്ടെന്ന് അവർക്ക് മനസ്സിലാവുകയാണ്. ഔസേപ്പ് ഒരു നിമിഷം സ്തംഭിച്ചിരുന്നു പോയെങ്കിലും അദ്ദേഹം ഒന്നും മിണ്ടാതെ തന്നെ പ്ലേറ്റിലേക്ക് ഊണ് വിളമ്പി കഴിക്കാൻ തുടങ്ങുകയായിരുന്നു. ഇതേ സമയം ഔതുക്കുട്ടി ചായൻ അലീനയോട് പറയുന്നുണ്ട്, മോളും കൂടി ഇരുന്നു എന്ന്. അപ്പോൾ അലീന കൈകെട്ടി തന്നെ അവിടെ നിൽക്കുകയായിരുന്നു. അലീന അവരോടായി ചോദിക്കുന്നുണ്ട്, എനിക്ക് നിങ്ങളോടൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള യോഗ്യതയുണ്ടോ? എനിക്കിരിക്കാമോ നിങ്ങൾക്കൊപ്പം എന്ന്. ആരും തന്നെ ഒരു മറുപടിയും പറയുന്നുണ്ടായിരുന്നില്ല. ആൻസിയും ഒന്നും മിണ്ടാതെ തന്നെ നിൽക്കുകയാണ്. റോബർട്ടും അതുപോലെ തന്നെ. എന്നാൽ ചാച്ചൻ അവരോടായി ചോദിക്കുന്നുണ്ട്, എടാ, നിങ്ങളോടാണ് അവൾ ചോദിച്ചത്, നിങ്ങൾക്കെന്താ മറുപടിയില്ലേ? നിങ്ങൾക്കൊപ്പം അവളും കൂടി ഇരുന്നോട്ടേ എന്ന്. ഇത് കേൾക്കുന്ന ഔസേപ്പ് പറയുന്നുണ്ട്, നിനക്ക് ഞങ്ങളെ ഒപ്പം ഭക്ഷണം കഴിക്കാനെന്നല്ല, ഈ വീട്ടിൽ കാല് കുത്താനുള്ള അവകാശം പോലും ഞങ്ങളാരും തന്നിട്ടില്ല. ഇത്രയൊക്കെ ഇച്ഛായം പറഞ്ഞത് കേൾക്കുമ്പോൾ ആൽബർട്ടിനെ ധൈര്യമായി. ആൽബർട്ട് അലീനയോടായി പറയാണ്, എത്രയൊക്കെ വന്നാലും ഈ കൊട്ടാരമറ്റത്തെ ഒരംഗമായിട്ട് നിന്നെ ഞങ്ങളാരും കണക്കാക്കുന്നില്ല. ഞങ്ങളുടെ ഇച്ഛായനെ എപ്പോഴോ പറ്റിയ ഒരു കയ്യബദ്ധം, അത് മാത്രമായിരിക്കും നീ എന്നും. അതങ്ങ് കൈയഴുകി തീർക്കുന്നതിന് പകരം ഇച്ഛായൻ അങ്ങെടുത്ത് തലയിൽ വെച്ചു. അതിൻ്റെ ഉത്തരവാദിത്തം ഞങ്ങളാരും ഏറ്റെടുക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അത് മാത്രമല്ല, സമൂഹത്തിലെ ഒരു നിലയും വിലയും ഉള്ളവരാ ഞങ്ങൾ. ആ നിലയും വിലയും നീ ഒരുത്തി കാരണം ഇല്ലാതാക്കാനും ഞങ്ങളാരും തീരുമാനിച്ചിട്ടുമില്ല. ഇത്രയൊക്കെ അവന്മാർ പറഞ്ഞു നിർത്തിയപ്പോൾ ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, ഓ, എന്നതാ ന്യായാധിപതി വന്നിരിക്കുന്നത്? നിങ്ങളാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല. തെറ്റ് പറ്റിപ്പോയത് ലാലിച്ചന് മാത്രം. അല്ലേടാവേ, മതിയടാ മതി. എന്നെക്കൊണ്ടേ കൂടുതലൊന്നും തന്നെ നിങ്ങൾ പറയിപ്പിക്കാൻ നിൽക്കണ്ട. അതായിരിക്കും എല്ലാവർക്കും നല്ലത്. അതെന്നതാ ചാച്ച അങ്ങനെ ഒരു വർത്താനം? ഞങ്ങളോട് ചോദിച്ചതിനുള്ള മറുപടിയല്ലേ ഞങ്ങൾ പറഞ്ഞുള്ളൂ. ഞങ്ങളൊന്നും മിണ്ടാതിരുന്നതല്ലേ? ചാച്ചൻ തന്നെയല്ലേ ഞങ്ങളോട് പറഞ്ഞത്, നിങ്ങളാരും കേട്ടില്ലേ അവൾ ചോദിച്ചതെന്ന്? അതിന് മറുപടിയാ ചാച്ച ഞങ്ങൾ പറഞ്ഞത്. ചാച്ചനോടായി ആൽബർട്ട് പറയുകയാണ്. ഇതേ സമയം ചാച്ചൻ എല്ലാവരോടും കൂടിയായിട്ട് പറയുകയാണ്, അതെ, എന്ത് തന്നെയായാലും അലീൻ ഇപ്പം ഇവിടെ ഇരുന്ന് ഭക്ഷണം കഴിക്കും. എന്തായാലും അവളിവിടെ കയറി വന്ന കുട്ടിയല്ലേ, അപ്പോൾ അവളെ അങ്ങനെ തള്ളിക്കളയാൻ പറ്റത്തില്ലല്ലോ. മോളെ, നീ വന്ന് ഭക്ഷണം കഴിക്കാൻ നോക്കെന്ന് അദ്ദേഹം പറഞ്ഞതും അലീന പെട്ടെന്ന് തന്നെ വന്ന് അതിൽ നിന്നും ഒരു പ്ലേറ്റ് എടുത്ത് അതിലേക്ക് വിളമ്പി തുടങ്ങുമ്പോഴേക്കും ഔസേപ്പ് ഇരുന്നിടത്ത് നിന്നും ചാടി എഴുന്നേറ്റു. ഇത് കണ്ട് അലീന പറയുകയാണ്, ഞാൻ നിങ്ങൾക്കൊപ്പം എന്തായാലും ഇരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഈ ഭക്ഷണവും എടുത്ത് മാറിയിരുന്ന് കഴിച്ചോളാം. എന്നെ ഓർത്ത് ഭക്ഷണത്തിൽ മുമ്പിൽ നിന്നും ആരും എഴുന്നേറ്റ് പോകരുതെന്ന് അലീന പറയാണ്. അതിലേക്ക് അവൾ ചോറും കറികളും ഒക്കെ വിളമ്പിക്കൊണ്ട് കിച്ചണിലേക്ക് പോകുകയായിരുന്നു ആ പ്ലേറ്റുമായിട്ട്. കിച്ചൻ്റെ വാതുക്കലെ അവൾ അവിടെ തന്നെ താഴ്ത്തിയിരുന്നു കൊണ്ട് അലീന അവരോടായി പറഞ്ഞു, ഞാൻ ഇത്രയും വിപുല സമൃദ്ധമായ ഊണുമായിട്ട് ഊണുമേശയിൽ ഇരുന്നൊന്നുമല്ല കഴിച്ചിരുന്നത്. ഇത്രയും വിലപിടിപ്പുള്ള ഭക്ഷണവും കഴിച്ചിട്ടില്ല. പക്ഷേ അന്ന് കഴിച്ച ആ ചോറും ചമ്മന്തിയും ഉണ്ടല്ലോ, അതിൻ്റെ രുചിയൊന്നും ഇന്നേ വരെ ആ അനാഥാലയം വിട്ട് പുറത്തിറങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല. ഇനിയൊട്ട് കിട്ടുമെന്നും എനിക്ക് തോന്നുന്നില്ല. എത്ര മണിമാളികയിലിരുന്നു എത്ര വില പിടിച്ച ഭക്ഷണം കഴിച്ചാലും മനസ്സമാധാനത്തോടു കൂടി ഒരു വറ്റ് കഴിക്കുക എന്നതാണ് ഏതൊരു മനുഷ്യൻ്റെയും സന്തോഷം. പിന്നെ കുറച്ച് മുമ്പ് നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആരോ പറഞ്ഞില്ലേ, എന്നെ ഇവിടെ കയറ്റരുതായിരുന്നു, ഇവിടെ നിന്ന് ഒരു തുള്ളി വെള്ളം കൊടുക്കരുതായിരുന്നു എന്നൊക്കെ. ഞാൻ ഒരു അവകാശവും പിടിച്ചു വാങ്ങാനും നിങ്ങൾ ഉണ്ടാക്കി വെച്ചതൊക്കെ കഴിച്ചിട്ട് പോവാനും വന്ന ഒരാളല്ല. കഴിഞ്ഞ 23 വർഷമായിട്ട് അനാഥയായിട്ട് തന്നെയാണ് ജീവിച്ചിരുന്നത്. അന്ന് പക്ഷേ ഞാൻ അനാഥത്വം അറിഞ്ഞിരുന്നില്ല. ഒരുപാട് പേരുടെ ഉള്ളിൽ
അവരൊക്കെ എൻ്റേതാണെന്ന് കരുതി ജീവിക്കുകയായിരുന്നു. പക്ഷേ സ്വന്തമെന്ന് പറയാൻ ആരൊക്കെയോ ഉണ്ടെന്നറിഞ്ഞപ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ വല്ലാത്തൊരു അഹങ്കാരം തോന്നി. അവരെല്ലാവരെയും കാണണമെന്ന്. എല്ലാവരെയും കണ്ടു, ബന്ധക്കാരെയും സ്വന്തക്കാരെയും ഒക്കെ. ഇനി അലീന അങ്ങ് പോയേക്കാം. ഞാൻ ആരുടെയും ഒന്നും പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത്. പിന്നെ ഞാനൊരു സംശയം ചോദിച്ചോട്ടെ? ഞാൻ എന്ത് തെറ്റാണ് നിങ്ങളോടൊക്കെ ചെയ്തത്? പെട്ടെന്നൊരു ദിവസം നിങ്ങളുടെ മുമ്പിലേക്ക് കയറി വന്നതാണോ? അതോ 23 വർഷം അനാഥാലയത്തിൽ ജീവിച്ചു എന്നതോ? 23 വർഷം ഞാൻ അനാഥാലയത്തിൽ കിടന്നത് എൻ്റെ തെറ്റാണോ? നിങ്ങളിൽ ഓരോരുത്തരും ചെയ്ത തെറ്റല്ലേ? നിങ്ങളുടെ മക്കളോടൊപ്പം ഈ തറവാട്ടുമുറ്റത്ത് കളിച്ചു വളരേണ്ടവളായിരുന്നില്ലേ ഈ ഞാനും? അങ്ങനെയായിരുന്നുവെങ്കിൽ നിങ്ങളിൽ ഓരോരുത്തരെയും ആൻറ്റിയെന്നും അങ്കിളെന്നും കൊച്ചച്ഛനെന്നൊക്കെ വിളിക്കാനുള്ള അവകാശം നിങ്ങൾ എനിക്ക് തരുമായിരുന്നില്ലേ? വേണ്ട, എനിക്കൊന്നും വേണ്ട, ഞാനൊന്നും ആഗ്രഹിക്കുന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അലീനയ്ക്ക് തൻ്റെ കണ്ണുകളിൽ വന്ന കണ്ണുനീര് മറച്ചു വെച്ചുകൊണ്ട് അവൾ അവിടെ നിന്നും എഴുന്നേറ്റ് കിച്ചണിൻ്റെ അകത്തേക്ക് തന്നെ പോവുകയാണ്. അവൾ അവിടെ ചെന്ന് താഴ്ത്തിരുന്ന് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ഡൈനിങ് ടേബിളിൽ ആകെ വല്ലാത്തൊരു നിശബ്ദത പരന്നു. ഞങ്ങളാരും തന്നെ ഒന്നും പറയേണ്ടിയിരുന്നില്ലെന്ന് ഓരോരുത്തർക്കും തോന്നിത്തുടങ്ങി. റോബോട്ടിന് എന്തോ വല്ലാത്ത വിഷമം ഫീൽ ചെയ്തു. അവൻ ഒരു നിമിഷം കുറച്ചു മുമ്പ് ആൻസിയുമായി കളിച്ച് ചിരിച്ചിരുന്ന അലീനയുടെ മുഖം മനസ്സിലേക്ക് വന്നു. ഔതുക്കുട്ടിച്ചായന് തൻ്റെ മക്കളെ കുറ്റപ്പെടുത്താൻ പോലുമുള്ള ശബ്ദം പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നില്ല. അദ്ദേഹം തൻ്റെ പ്ലേറ്റുമെടുത്ത് കിച്ചണിലേക്ക് ചെന്നു. അവൾ താഴെ ഇരിക്കുന്നത് കണ്ട് അദ്ദേഹത്തിൻ്റെ ചങ്ക് പൊട്ടുന്ന പോലെ തോന്നി. അദ്ദേഹം അവളോടായി ചോദിച്ചു, മോളെ, നീ എന്നതായി കാണിക്കുന്നേ? നിനക്ക് ആ ചെയറിലിരുന്ന് ആ ടേബിളിലോട്ട് ഭക്ഷണം വെച്ച് കഴിക്കാൻ മേലായിരുന്നോ? അത് കുഴപ്പമില്ല ചാച്ച, ഞാൻ അവിടേക്ക് ഇങ്ങനെ തന്നെയാണ് കഴിച്ചിരുന്നത്, എനിക്കിതൊക്കെ ശീലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ ആ ഭക്ഷണം കഴിച്ചു തുടങ്ങുകയാണ്. അദ്ദേഹം തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഭക്ഷണം അവളുടെ നേരെ താഴെ വെച്ചിട്ട് അദ്ദേഹവും താഴെ തന്നെ ഭക്ഷണം കഴിക്കാനിരുന്നു. അത് കണ്ട് അലീന അദ്ദേഹത്തിനോടായി ചോദിക്കുന്നുണ്ട്, അയ്യോ ചാച്ചൻ എന്നതായി കാണിക്കുന്നേ? ചാച്ചൻ എന്തിനാ എൻ്റെ ഒപ്പം താഴ്ത്തിയിരുന്നേ? നിനക്ക് താഴ്ത്ത് കൂട്ടിയിരുന്നതല്ലേ ചാച്ചൻ, അതിനിപ്പം എന്നതാ? അയ്യോ, എന്നാലും വേണ്ടിയിരുന്നില്ല ചാച്ച, എനിക്കിതൊക്കെ ശീലമാണ്. ചാച്ചനും ഈ താഴ്ത്തുന്ന തന്നെയാണ് മോളെ ഈ ഡൈനിങ് ടേബിളിലൊക്കെ വരെത്തിയത്. അതൊക്കെ പഴയ കഥകളല്ലേ. ഈ ചാച്ചൻ എവിടെ ഇരുന്നാലും ഭക്ഷണം ഇറങ്ങും. നമ്മളൊക്കെ സാധാരണക്കാരല്ലേടി കൊച്ചേ, നീ കഴിക്കാൻ നോക്ക്. എന്തായാലും ചാച്ചൻ എനിക്ക് കൂട്ട് വന്നിരുന്നല്ലോ, അതെനിക്ക് സന്തോഷമായിട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അവർ രണ്ടുപേരും ഭക്ഷണം കഴിച്ചു തുടങ്ങുകയായിരുന്നു. ഡൈനിങ് ടേബിളിൽ സാധാരണ ഭക്ഷണം കഴിക്കുമ്പോൾ കളിയും ചിരിയും സന്തോഷവും കേൾക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് എല്ലാവരുടെയും നാവ് അടങ്ങിയതുപോലെയായിപ്പോയി അലീനയുടെ ഓരോ വാക്കുകളും. സമയം ഒരുപാട് കഴിഞ്ഞു പോകെ വന്നവരെല്ലാവരും അവരവരുടെ വീട്ടിലേക്ക് തിരിച്ചുപോയി. ഒരുപാട് സമയത്തിന് ശേഷം ഔതുക്കുട്ടിച്ചായൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ്. അത് വേറെ ആരുമല്ല, ലാലിച്ചൻ തന്നെയായിരുന്നു. ലാലിച്ചൻ്റെ കോള് അറ്റൻഡ് ചെയ്തുകൊണ്ട് ഔതുക്കുട്ടിച്ചായൻ ചോദിക്കുന്നുണ്ട്, എന്നതാടാ, നിൻ്റെ മോളിവിടെ നിന്നെയും കാത്തിരിക്കുകയാണ്, നീ വന്നിട്ട് കുളത്തിപ്പുഴയിലേക്ക് പോവാനായിട്ട്. നീ എന്നതാ ഇത്രയും സമയമായിട്ടും വരായിരുന്നേ? അത് ചാച്ച, അത് പറയാനാണ് ഞാൻ വിളിച്ചത്. എനിക്ക് പെട്ടെന്ന് എസ്റ്റേറ്റിലേക്ക് പോവേണ്ടി വന്നല്ലോ. അവിടെ നിന്ന് ഞാൻ ഫാക്ടറിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് എന്നതായാലും ഇന്ന് അവിടേക്ക് എത്താൻ കഴിയില്ല. അലീനയോട് ഇന്നത്തേക്കും നാളത്തേക്കും അവിടെ തന്നെ നിൽക്കാൻ പറയും. അതെയോ? അതെന്തായാലും നീ നേരിട്ട് തന്നെ പറഞ്ഞോ, ഞാൻ എന്തായാലും നിൻ്റെ മോൾക്ക് ഫോൺ കൊണ്ടേ കൊടുത്തേക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അലീനയും റാണിയും ഇരിക്കുന്ന മുറിയിലേക്ക് ചെല്ലാണ്. അലീനയോടായി ചാച്ചൻ പറയുന്നുണ്ട്, മോളെ, ദേ നിൻ്റെ പപ്പയാണ് വിളിക്കുന്നത്. എന്നതാ, പപ്പ വരുന്നുണ്ടോ? ദേ നിന്നോടെന്തോ പറയാനുണ്ടെന്ന്. അലീന ഉടനെ തന്നെ ഫോൺ വാങ്ങിച്ചു. എന്നതാ പപ്പ ഇപ്പോൾ എത്തുമോ? ഇല്ലടി മോളെ, ഞാനേ നാളത്തെ കഴിഞ്ഞേ എത്തത്തുള്ളൂ. എനിക്ക് പെട്ടെന്ന് ഒരു അർജൻറ്റായിട്ടുള്ളൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു ഫാക്ടറിയിൽ. അവിടേക്ക് പോയിക്കൊണ്ടിരിക്കുക. എൻ്റെ മീറ്റിങ്ങൊക്കെ ഇങ്ങനെ പെട്ടെന്നാണ് വരിക. മുൻപ് ഇതുപോലെ പറയാനൊന്നും നീ ഉണ്ടായിരുന്നില്ലല്ലോ, അതുകൊണ്ടാണ് പെട്ടെന്ന് ഇങ്ങനെ പോകുന്നത്. ഇനിയിപ്പോൾ ഇങ്ങനെയുള്ള മീറ്റിങ്ങൊക്കെ വരുമ്പോൾ നിന്നോട് കൂടി പറഞ്ഞിട്ടേ ഞാൻ പോവത്തുള്ളൂ. എന്തായാലും വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കാം. നീ എന്തായാലും ഇന്നത്തേക്കൊന്ന് ക്ഷമിക്കടി കൊച്ചേ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കോള് കട്ട് ചെയ്യാണ്. അലീനയ്ക്ക് വല്ലാത്ത മനോവിഷമം തോന്നി. കാരണം ഇവിടെയുള്ളവർക്ക് ആർക്കും തന്നെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല.
പിന്നെ എങ്ങനെയാണ് താൻ 2 ദിവസം ഇവിടെ കഴിച്ചു കൂട്ടുക എന്ന് ആലോചിച്ച് വല്ലാതെ വിഷമിച്ച് നിൽക്കുന്നത് കാണുമ്പോൾ ചാച്ചൻ തന്നെ അലീനയുടെ അരികിലേക്ക് വന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നതാ കൊച്ചേ ഈ ചിന്തിച്ച് നിൽക്കുന്നേ? നീ ടെൻഷൻ അടിക്കാതിരിക്കേ. നിൻ്റെ പപ്പ നാളത്തെ കഴിഞ്ഞിങ്ങ് വരും. നിന്നെ നോക്കാൻ ഇവിടെ ഞാനില്ലേ? ഇവിടെ ഇരിക്കുന്ന എൻ്റെ റാണിമോളില്ലേ? എന്നതാ, നിനക്ക് വിഷമമുണ്ടോ? ഏയ് ഇല്ല ചാച്ച, എനിക്കെന്ത് വിഷമം? ഞാൻ എല്ലായിടത്തും അഡ്ജസ്റ്റായി പോകുന്ന ആളല്ലേ. ഇത്രയും കാലം കൊണ്ട് അതൊക്കെ ഞാൻ പഠിച്ചു വെച്ചിരിക്കുന്നതാ. അതൊന്നും കുഴപ്പമില്ല, ചാച്ചൻ പോയി കിടന്നു. നിനക്ക് അപ്പുറത്തെ മുറി റെഡിയാക്കാൻ ഞാൻ പറയട്ടെ? ഏയ് വേണ്ട ചാച്ച, ഞാനിവിടെ റാണി ആൻറ്റിയുടെ ഒപ്പം കിടന്നോളാം. ആണോ? നിനക്ക് കുഴപ്പമില്ല? എന്ത് കുഴപ്പം? ഞങ്ങളിവിടെ സംസാരിച്ചൊക്കെ ഇവിടെ അങ്ങ് കൂടിക്കോളാന്നേ. ഇത് കേൾക്കുന്ന റാണിയും പറയുന്നുണ്ട്, അലീന എൻ്റെ ഒപ്പം കിടന്നോളും ചാച്ച, ചാച്ചൻ പോയി കിടന്നോ. എനിക്കേ അലീന കുറേ കഥകളൊക്കെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതെയോ? അലീന കഥകൾ പറഞ്ഞിട്ടാണോ നീ അറിയാൻ പോകുന്നത്? ആന്നേ, അലീനയ്ക്കേ ഒരുപാട് കാര്യങ്ങൾ അറിയാം. ചാച്ചൻ പോയേ, എന്നാലേ അലീന എല്ലാം എന്നോട് പറയത്തുള്ളൂ. അതെ അതെ, ചാച്ചൻ പോയിക്കോ, ഞാൻ ആൻറ്റിയുടെ ഒപ്പം ഒന്ന് ഈ മുറിയിൽ തന്നെ കിടന്നോളാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ അവർ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ്. പുതിയൊരു എപ്പിസോഡുമായി മറ്റൊരു വീഡിയോയിലൂടെ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. ശുഭരാത്രി.